Hello dear students, welcome back. അങ്ങനെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ മാർച്ച് 31 ഞായറാഴ്ച കേരളത്തിൽ 4 സെന്ററുകളിൽ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് മലപ്പുറം ആയി നടക്കുകയാണ്. ആ എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് എക്സാം എഴുതാൻ സാധിക്കുന്നത്. +1, +2 യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ എൻട്രൻസ് ഓറിയന്റഡ് നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ഉണ്ടാവുക. ആ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മാർച്ച് 31 എക്സാം രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. നൗ OMR-ലാണ് എക്സാം. 100 ക്വസ്റ്റ്യൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും മാത്സിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസും. CBSE സ്റ്റുഡൻസിനും കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനും ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഉണ്ടാവുക. കാരണം 10ാം ക്ലാസ്സിലെ സിലബസ് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും OMR ഷീറ്റിലാണ് എക്സാം എഴുതേണ്ടത്. OMR ഷീറ്റിൽ എക്സാം എഴുതി പരിചയമില്ലാത്തവർക്ക് വേണ്ടി അത് പരിചയപ്പെടുത്തലും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ഒരു ഒപ്റ്റിക്കലി മാർക്ക് റെക്കഗ്നിഷൻ അഥവാ ഒരു OMR ഷീറ്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്കത് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിക്കലി റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ സൗകര്യം. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ റോൾ നമ്പർ അഥവാ അഡ്മിറ്റ് കാർഡിലുള്ള നമ്പർ, അതുപോലെ തന്നെ സബ്ജക്ട് കോഡ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ആൻസേഴ്സും ഫില്ല് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ടോപ്പ് പോർഷൻ ഈ കാണുന്നതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ നെയിം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണ് എക്സാം എഴുതുന്നതെങ്കിൽ എൻ്റെ പേര് ഫവാസ്, FAVAS M P. അത് എഴുതുന്നതിന്റെ കൂടെ ഈ കാണുന്ന ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. അത് എഴുതുന്നതിന്റെ കൂടെ ആ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് A മുതൽ Z വരെ 26 ലെറ്റേഴ്സിന്റെ ബബിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ F ബബിൾ ചെയ്യുക, അതുപോലെ തന്നെ അടുത്തത് A ബബിൾ ചെയ്യുക. അപ്പൊ നല്ല കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യണം. കുറച്ചും കൂടെ വലിയ പേരുകളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് 3ാമത്തെ കോളത്തിൽ V ബബിൾ ചെയ്യുക, അതുപോലെ വീണ്ടും A, 5ാമത്തെ കോളത്തിൽ S. അത് കഴിഞ്ഞ് ഒരു കോളം സ്പേസ് ഉണ്ടെങ്കിൽ ഒരു കോളം നിങ്ങൾക്ക് അവിടെ ലീവ് ചെയ്യാം. ഇനി നിങ്ങളുടെ പേരിൽ ഡോട്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട, അതിനെ സ്പേസ് ആക്കി തന്നെ പരിഗണിച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം M, വീണ്ടും സ്പേസ്, പിന്നെ P. ഇതിങ്ങനെ പേന അതിൽ ടച്ച് ചെയ്യാതെ കൊണ്ടുപോകണം. അവിടെ ഒന്നും വര വീഴാൻ പാടില്ല. ഒപ്റ്റിക്കൽ അതായത് OMR ഷീറ്റിൽ ചെളിയാവാനോ നമ്മൾ വേണ്ടാത്ത സ്ഥലങ്ങളിൽ വരയോ മാർക്കിങ്സോ ഒന്നും വരാൻ പാടില്ല. കാരണം അതൊക്കെ ഇതിന്റെ റീഡിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പേര് ഫില്ല് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ, ഫോർ എക്സാമ്പിൾ 9895101010 ആണ് നമ്പർ എങ്കിൽ അത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക. ശേഷം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റുകൾ 0 മുതൽ 9 വരെയുള്ള 9895101010. OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ എക്സാമിന്റെ ടൈമിന് മുന്നേ ആയിട്ട്, അതായത് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 1 hour ബിഫോർ നിങ്ങൾ എക്സാം സെന്റർ ഏതാണോ അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഒരു ½ hour മുന്നേ എങ്കിലും നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറിയിരിക്കാനും നിങ്ങൾക്ക് OMR ഷീറ്റ് ഫില്ല് ചെയ്യാനുള്ള സമയവും തരും. അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സും നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ കാമായിട്ട് ചെയ്താൽ മതി, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, മിസ്റ്റേക്സ് വരാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഉള്ളതാണ് സബ്ജക്റ്റ് കോഡ്. സബ്ജക്റ്റ് കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സബ്ജക്റ്റ് കോഡ് ഉണ്ടാവും. ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കോഡ് 2024 ആണ് എങ്കിൽ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ ബബിൾ ചെയ്യുക 2024. ഓക്കെ, അപ്പൊ പേര് നമ്മൾ ഫില്ല് ചെയ്തു, ബബിൾ ചെയ്തു. മൊബൈൽ നമ്പർ ഫില്ല് ചെയ്തു, ബബിൾ ചെയ്തു. സബ്ജക്റ്റ് കോഡ് ഫില്ല് ചെയ്തു, ബബിൾ ചെയ്തു. റോൾ നമ്പറിന് ഒരുപാട് ഡിജിറ്റുകളുടെ സ്പേസ് ഉണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡായിട്ടല്ല, മൊബൈലിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അത് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1234 എന്ന് പറയുന്ന ഒരു 4 ഡിജിറ്റ് വരുന്ന നമ്പറാണ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. സോ അതാണ് റോൾ നമ്പറിന് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. സോ 1234 അത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ OMR ഷീറ്റ് ബബിൾ ചെയ്യുന്ന
പരിപാടി കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ബബിൾ ചെയ്യുമ്പോൾ ആ കാണുന്ന വട്ടം ഫുള്ളായിട്ട് മഷി വരണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ടിക്ക് ചെയ്ത് പോരുത്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻകറക്റ്റ് മെത്തേഡ്സ്, ജസ്റ്റ് ക്രോസ് ഇടുക, അല്ലെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ബബിൾ ചെയ്യുക, അങ്ങനെ ഒന്നും അല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ആ ബബിൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ബോൾ പോയിന്റ് പെന്ന് കൊണ്ടുവരിക. ബ്ലൂ ഓർ ബ്ലാക്ക് കളർ, ഈ കളറുകൾ മാത്രം കൊണ്ടുവരിക. ബോൾ പോയിന്റ് പെന്നാവാൻ ശ്രദ്ധിക്കുക. ഇത്രയാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇതാണ് അതിന്റെ ടോപ്പ് പോർഷൻ. ഇതാണ് നമ്മൾ OMR ഷീറ്റിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗം. പിന്നെ ഉള്ളത് 1 മുതൽ 200 വരെ അതിൽ നമ്പർ കാണും. കാരണം നമ്മൾ നീറ്റിൻ്റെ ഒക്കെ മോഡൽ എക്സാം നടത്തുന്ന പേപ്പറുകളാണ്. അതിൽ 200 ക്വസ്റ്റ്യൻസിനാണ് പരമാവധി സ്പേസ് ഉണ്ടാവുക. നിങ്ങളുടെ എക്സാമിന് 1 മുതൽ 100 വരെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 100 വരെ ഇവിടെ ആയിട്ട് 100 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. സോ ഇവിടെയാണ് 100 വരിക. അത്രയും നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. ഇവിടുന്ന് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് 95 താഴേക്കും കൂടെ ഉണ്ട്. ഞാനത് ക്രോപ്പ് ചെയ്തെടുത്താണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ നിങ്ങൾക്ക് B എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 1 B ആണെങ്കിൽ ഇവിടെ. അപ്പോൾ ബബിൾ ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചതല്ലാത്ത ആൻസർ ബബിൾ ചെയ്യാതിരിക്കുക. മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ B. അപ്പം എന്നിട്ട് OMR ഷീറ്റിലേക്ക് വരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ B. ആ രീതിയിൽ മാറിപ്പോവാത്ത രീതിയിൽ ബബിൾ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ ബബിൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല, ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ബബിൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ ബബിൾ ചെയ്തത് ഓപ്ഷൻ C ആണ്. എന്നാൽ കറക്റ്റ് ആൻസർ ആക്ച്വലി ഓപ്ഷൻ B ആണെന്നെങ്കിൽ എന്താ സംഭവിക്കുക? യു ഗെറ്റ് എ നെഗറ്റീവ് മാർക്ക്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആൻസറിന് യു ഗെറ്റ് +4 മാർക്ക്. അതേസമയം നിങ്ങളൊരു ആൻസർ റോങ് ആണ് അറ്റൻഡ് ചെയ്തെങ്കിൽ യു ഗെറ്റ് -1 മാർക്ക്. അപ്പൊ അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ യു ഗെറ്റ് 0 മാർക്ക്. അഥവാ നിങ്ങൾക്ക് പ്ലസ് മാർക്കും മൈനസ് മാർക്കും ഒന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് OMR ഷീറ്റിൽ എക്സാം എഴുതി പരിചയമില്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. പരിചയമുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. എന്തായാലും സമാധാനത്തിലിരുന്ന എക്സാമിന്റെ സമയം ഇതിൽ നിന്ന് പോകില്ല. അതിന്റെ മുന്നേ നിങ്ങൾക്ക് OMR ഷീറ്റ് ഫില്ല് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനെപ്പറ്റി വറി ചെയ്യേണ്ടതില്ല. ബോൾ പോയിന്റ് പെന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് ബബിൾ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബബിൾ ചെയ്യുന്നതിൽ തെറ്റിക്കാതിരിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിനെ ബോധ്യപ്പെടുത്തുക. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. മാർച്ച് 31-നാണ് എക്സാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറയുക. നാളെ മാർച്ച് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു അവസരമാണ്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ്. +1 +2 സയൻസ് പഠിച്ച് IIT എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.